എടി പെണ്ണെ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് നടുവേദന ഉള്ളതല്ലേ? അമ്മേനെ കൊണ്ട് ചെയ്യിക്കടി. നമ്മൾ അമ്മയ്ക്ക് ഒരു മാസത്തെ ചെലവുകൾ കൊടുക്കുന്നതല്ലേ, അത് നമ്മൾ മുതലാക്കണ്ടേ? അമ്മേനെ കൊണ്ട് ചെയ്യിക്കേ. അതെ, എനിക്ക് പറ്റുമായിട്ട് ചെയ്യുന്നതൊന്നും അല്ല. പിന്നെ ഇതിനിച്ചിരി വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാ. നീ ഇവിടെ വെച്ച് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ വെക്കാം. നീ ഒരു പെങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക്. അതെ, ഈ ഒരു മാസം മുമ്പ് ഇവിടെ കൊണ്ട് തള്ളിയിട്ട് അങ്ങോട്ട് പോയല്ലോ. അതിന് പറഞ്ഞിരുന്നതിന് ആ കാര്യം അതിന് 30 അവളെ കൊണ്ടുവിടും. മാസം തികയാൻ ഒരു ദിവസം വ്യത്യാസമാണ്. പക്ഷെ നീ എങ്ങനെയല്ലല്ലോ, മാസം തികയാൻ 3-4 ദിവസം ഉള്ളപ്പോ തന്നെ കൊണ്ടുവിടാന്ന് അലക്കുന്നല്ലേ. അതിന് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മേനെ വെറുതെ ഇരുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ അതിന്റെ ഒക്കത്തോടെ വർത്താനിക്കാത്ത. അതുകൊണ്ട് പരമാവധി സമയം അമ്മയ്ക്ക് പരമാവധി പണി കൊടുക്കും. ഇല്ലെങ്കിൽ അമ്മ അതിലേക്ക് ഇറങ്ങി പോകുന്നതാണ് കേടെന്ന് പറഞ്ഞു. നാണക്കേടാണ് അമ്മ അതിൽ കുളത്തിലാണ്. അതിനറിയാലോ. അതൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല. എല്ലാ പണി ഞാൻ അപ്പം കൊടുക്കുന്നുണ്ട്. ഒരു പാത്രം കഴുകി കഴിഞ്ഞാൽ അന്നേരം തന്നെ അടുത്ത പണി ഞാൻ കൊടുക്കും. ചെയ്യട്ടെ, ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ. മക്കളെ, എന്നാ ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോ എങ്ങോട്ട് പോവാ എന്ന് ചോദിച്ചിട്ട് പറയുന്നത്. അല്ല, ഇതെന്ത് പാടാന്ന് നോക്കിക്കോണേ. എവിടെ പോണെങ്കിലും പെർമിഷൻ മേടിച്ചിട്ടോണോ എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ? ഞങ്ങളിപ്പോ എങ്ങോട്ടാന്ന് പറഞ്ഞിട്ട് എന്തിനു വേണ്ടിട്ടാ ചോദിച്ചത്? അതൊന്നുമില്ല മുന്നേ, നിങ്ങളെ വലത്ത് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്റെ പൊന്നോ, നിങ്ങളുടെ ഫുഡ് കഴിച്ച് ഞാൻ മടുത്ത്. 10-25 കൊല്ലമായിട്ട് ഞാൻ കഴിക്കുന്നതല്ല. ഇപ്പൊ അത് തന്നെ ഇവിടെ വന്ന് കഴിക്കണം തന്നെ എത്ര നിർബന്ധം? ഇല്ല, ഞങ്ങള് പുറത്തു കഴിക്കും. ഞങ്ങൾക്ക് ഫുഡുണ്ടാക്കേണ്ട കാര്യമൊന്നും. മോനെ, അമ്മയുടെ മരുന്ന് കഴിഞ്ഞതാ. വരുമ്പോ ഒന്ന് വാങ്ങിയിട്ട് മക്കള് വാങ്ങിയിട്ട് വരും. മോന്റെ ഇല്ലേ അതിന്റെ കുറിപ്പൊക്കെ? മരുന്ന് തീർന്നെന്നോ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പോയപ്പോ ഞാൻ മരുന്ന് മേടിച്ചു തന്നല്ലേ വിട്ടത്. ഈ പ്രാവശ്യം അവളല്ലേ മേടിച്ചു തരുന്നത്? എന്റെ അവള് മേടിച്ചു തന്നില്ലേ? ചുമ്മാ പറയണതാ, വെറുതെ. പൈസ ചിലവെങ്കിലും ചെലവാക്കിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അവക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലേ? അവള് മേടിച്ചു കൊടുക്കാത്തതാ മനഃപൂർവ്വം. അതാ ഒരാഴ്ചക്ക് ഒരു ദിവസം മുമ്പ് ഇങ്ങോട്ട് കൊണ്ടുപോയി വരുന്നത്. ഇവിടെ ആകുമ്പോ മേടിച്ചു കൊടുക്കാതെ വിടത്തില്ലല്ലോ. എല്ലാം നിങ്ങൾ വരുത്തിച്ചത് തന്നെയോ? എല്ലാം എന്റെ തലയ്ക്ക് വെക്കാൻ വേണ്ടി തന്നെ. ചെലവ് ചെയ്ത് ഞാൻ മടുത്ത്. ഒരു 10ന്റെ പൈസ സേവ് ചെയ്യാൻ എനിക്ക് കിട്ടുന്നില്ല. എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു? നീ വാ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഉള്ള മരുന്നൊക്കെ വെച്ചാൽ നിന്നാ മതി കേട്ടോ. ആഹാ, ഇതേ ഇങ്ങോട്ട് നോക്കി. ഒരു പണി അമ്മ ചെയ്തിട്ടില്ല. എന്തേലും ഉപകാരം ഉണ്ടോ അമ്മേനെ കൊണ്ട്? ഒരു ഉപകാരമില്ല, ഒരു കാര്യമില്ല. ഇവിടെ വെറുതെ വെച്ചോണ്ടിരിക്കുന്നതാ. ഇതേ നോക്കിക്കേ, എല്ലാം അതുപോലെ തന്നെ കിടപ്പുണ്ട്. അതിലും വൃത്തികേടായതാണ്. മാറിക്ക് അങ്ങോട്ട്, ഞാൻ ചോദിക്കട്ടെ. ഓഹോ, സുഖിച്ചങ്ങോട്ട് മലർന്ന് കിടക്കുവാണല്ലോ. ഫാനും ഇട്ട് AC ഇട്ട് അങ്ങ് മലർന്ന് കിടന്നേച്ചാൽ മതി. ഒരു പണി വീട്ടിൽ ചെയ്യരുത്. ഇതേ കിടക്കുന്നത് കണ്ടോ, സുഖിച്ച് കിടക്കുവാണോ? വന്നത് പോലും അറിഞ്ഞില്ലല്ലോ. ആരിലും വന്നൊക്കെ എന്തെങ്കിലും കട്ടെടുത്തോണ്ട് പോയിട്ടുണ്ടല്ലോ പോലും അറിയത്തില്ലല്ലോ. ഓഹോ, ഇങ്ങ് വരുന്നുണ്ടോ? ഇങ്ങോട്ട് വന്ന് നോക്കിക്കേ. ഇത് എന്നാ കിടപ്പാ കിടക്കുന്നതെന്ന് നോക്കിക്കേ. നമ്മൾ വന്നത് പോലും അറിഞ്ഞില്ല. ഓ, മനുഷ്യന് പണി ഉണ്ടാകാനായിട്ട്. ഓയ് അമ്മ,
അമ്മ കിടന്നതല്ല മോനെ, അമ്മയ്ക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു. അമ്മ അത് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തല കറങ്ങി ഇവിടെ വീണതാ. അമ്മയ്ക്കാണെങ്കിൽ തീരെ ഇവിടെ കിടക്കുമായിരുന്നല്ല ഇത്ര നേരം. എനിക്കൊന്നും ഓർമ്മയില്ല. അമ്മയുടെ തല കറങ്ങിയിട്ട് തീരെ വയ്യ. അമ്മയുടെ നാവൊക്കെ കുഴഞ്ഞു പോവുക മോനെ. മോൻ പിടിച്ചേ, അമ്മ എന്നേറ്റ് ഇവിടുത്തെ പണിയൊക്കെ ബാക്കിയൊക്കെ ചെയ്തോളാം. അമ്മ തന്നെ ചെയ്തോളാം. അതെ, എന്തിന് തലകറങ്ങി വീണത് തന്നെയാണോന്ന് എന്താ സംഭവിച്ചത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. നമുക്കേ എത്രയും വേഗം ചേച്ചിയുടെ അടുത്തേക്ക് അവനെ പറഞ്ഞു വിട്ടാലോ. അല്ലെങ്കിലേ മൊത്തത്തിൽ പണിയാകും. ഈ സൊസൈറ്റിയിൽ എല്ലാവരും എന്നൊക്കെ പറയണമെന്ന് അറിയാവോ. ഇനി ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ തലയിലാകും. അല്ലെ തന്നെ ആൾക്കാർ നമ്മളെ എങ്ങനെ ധാറാക്കാമെന്ന് നോക്കിയിരിക്കുക. അപ്പോഴാണ് നമുക്കേ എങ്ങനെയും എത്രയും പെട്ടെന്ന് കൊണ്ടുവിടാം. അതാ നല്ലത്. ഇനി അവിടെ ചെല്ലുമ്പോൾ അത് ഇതൊക്കെ പറയാൻ നിൽക്കും. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി വേണം കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, കൊച്ചിനെ കാണാനൊക്കെ ആയിട്ട് എനിക്ക് കൊതി ആയതുകൊണ്ട് വന്നതാണ്. ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മളല്ലേ. പിന്നല്ല, 3-4 ദിവസമല്ലോ ഈ മാസം തികയാനായിട്ട്. അടുത്ത മാസം നമുക്ക് അവനെ ഒരു 3-4 ദിവസം നേരത്തെ. ഇനി ഇവിടുന്ന് വേലക്കാരിനെ പറഞ്ഞു വിട്ട കാര്യമൊന്നും പറയരുന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇനിയിപ്പം അവിടെ ചെന്ന് വെച്ചിട്ട് എല്ലാം കൂടെ ചെന്ന് പറഞ്ഞിട്ട് വേണം നമ്മുടെ തലയിലോട്ട് കയറാൻ വരാൻ വേണ്ടിയിട്ട് അവൾ. അല്ലെ തന്നെ മൊത്തം പ്രശ്നമാണ്. മതി. അത് ശരിയാ. ആ പൈസ ലാഭം നോക്കുന്നല്ലേ ശരിയാക്കുന്നത്. ഇവിടെ കിടന്ന് സംഭവിച്ചത് നാട്ടുകാരാണെങ്കിൽ എത്രയും പെടുത്ത് കൊണ്ടുപോട്ടെ അല്ലേ. അമ്മയ്ക്ക് ഈ ഡ്രസ്സ് അല്ലാതെ വേറെ ഡ്രസ്സൊന്നും കിട്ടിയില്ല. എന്നാണ് അത് മോനെ, ഇതിൻ്റെ ബ്ലൗസ് അവിടെയായി പോയി മോനെ. അവളുടെ അടുത്തേ മറന്നു പോയതാ. പിന്നെ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്നോർത്തോണ്ട് മോൻ പറയാതിരുന്നതാ. ഓ, ഇതൊക്കെ മതി. നീ വാ, അമ്മേനെ അങ്ങോട്ട് കൊണ്ടുവിട്. വാ എൻ്റെ പൊന്നെ. എല്ലാം വെയിലാണ് മോനെ. എനിക്ക് ഇനി അങ്ങോട്ടൊന്ന് കൊണ്ടുവിടാൻ മേലേ. എന്തായാലും നമുക്ക് വയ്യട. ഇത് ബസ് കാത്ത് എത്ര നേരം നിൽക്കണം. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള അമ്മേനെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് സമയമൊന്നുമില്ല. ബസ് ഇപ്പോൾ വരും. 5 മിനിറ്റ് ഇടപെട്ട് ബസ്സുള്ളല്ലോ. ബസ്സിപ്പോൾ വരും. പിന്നെ ഉണ്ടല്ലോ, പരമാവധി അവളുടെ അടുത്ത് തന്നെ പിടിച്ചേക്കാൻ നോക്കും. ഇത് ചുമ്മാ ഞാൻ പൈസ അങ്ങോട്ട് അയച്ചു തരാം. ഇപ്പം അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്കും വലിയ ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ ഇവിടെ ഈ സൊസൈറ്റി നമുക്കൊരു പേരുള്ള അമ്മ ഈ ഇതുപോലത്തെ ഈ ഡ്രസ്സും ഒക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസിന് തന്നെ മോശം. അതുകൊണ്ട് പരമാവധി അവളുടെ അടുത്ത് തന്നെ പിടിച്ചേക്കാൻ നോക്കും. മരുന്നിനുള്ളതും ചെലവിനുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. ഇതെന്നാ ഇതിപ്പോൾ മോങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ല. എൻ്റെ ജീവിതം മര്യാദയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. മക്കൾ നന്നായിട്ട് ജീവിക്കണമെന്നല്ല അമ്മയുടെ ഇഷ്ടം, ആഗ്രഹം അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ട് പരമാവധി അവിടെ പിടിച്ച് നിൽക്കും. ഞാൻ ഇന്ന് കയറി പോവാം. അമ്മ ഇവിടെ നിൽക്കട്ടോ, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയം. ഒരായുഷ്കാലം മുഴുവൻ തൻ്റെ മക്കളെ പൊന്നുപോലെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരമ്മയാണ്. ഇന്ന് അവരെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നു. ഇതുപോലെ ആയിരക്കണക്കിന് അമ്മമാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. കുട്ടിക്കാലത്ത് ഇത് എൻ്റെ അമ്മ, വളരുമ്പോൾ ഇത് നിൻ്റെ അമ്മ
എന്ന് പറയുന്ന മക്കളാണ് ഇന്ന് കൂടുതൽ. ഇതുപോലത്തെ ഒരവസ്ഥ മറ്റൊരമ്മമാർക്കും വരാതിരിക്കട്ടെ. നന്ദി.